കാൽവരി മലമേ ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു. കാൽവരി മലമേ യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു. കരുണയിൻ മുഖം കണ്ടു. കാൽവരി മലമേലമ്മ കാൽവരി മലമേ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു. കാൽവരി മലമേ ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു. കാൽവരി മലമേ മനുഷ്യപുത്രൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോ മനുഷ്യപുത്രൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോ മാനവ പാപം നീക്കിടുവാനാ തകർന്നു വീണപ്പോ മാനവ പാപം നീക്കിടുവാനാ തകർന്നു വീണപ്പോ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുറേ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഈ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കും അറിയാനായിട്ട് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലൂടെ പ്രോഗ്രാമായിട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ ആ കാലഘട്ടത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ അനുഭവങ്ങളിലൂടെ വീണ്ടും നമുക്ക് പോകാം അല്ലേ? അടുത്തത് ഞാൻ കർണാടക സ്റ്റേറ്റിൽ നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തും നമ്മൾ പല സ്റ്റേറ്റിലും പോയെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള അതായത് പ്രയാസം നേരിട്ട ഒന്ന് രണ്ട് സ്റ്റേറ്റുകൾ നിരന്തരമായിട്ട് ഒന്ന് ഒറീസയിലും പിന്നെ ഒരെണ്ണം കർണാടകയിൽ വലിയ പ്രശ്നമാണ്. ഈ ക്രിസ്ത്യാനിറ്റിക്ക് നല്ല എതിരുള്ള ഒരു സ്ഥലമാണ് കർണാടക. എന്നാൽ അവിടെ നല്ല നല്ല വിശ്വാസികളുണ്ട്, നല്ല പ്രവർത്തനങ്ങളുണ്ട്, ഇതുണ്ട്. അവർ വളരെ പ്രയാസത്തിൻ്റെ നടുവിൽ കൂടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഞങ്ങൾ കർണാടകയിൽ ഈ സൗത്ത് കർണാടക, അതായത് നമ്മുടെ മൈസൂർ, മാണ്ഡ്യ ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഈ സൗത്ത് കർണാടക. അതായത് മാംഗ്ലൂരിലോട്ട് വരുന്ന ആ ഏരിയ. അപ്പോൾ അവിടെയൊക്കെ വളരെ വല്ലാത്ത ഒരു എതിർപ്പുള്ള സ്ഥലങ്ങൾ. എന്നാൽ അവിടെ നമ്മളെ മീറ്റിങ്ങുകൾക്ക് അങ്ങനെ വലിയ എതിർപ്പ് കാണിച്ചില്ല. ഒരു പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ വളരെ വല്ലാത്ത ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായത്. നമ്മൾ കനകപുര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് 300 കിലോമീറ്റർ ദൂരെയായി ഈ കനകപുര എന്ന് പറയുന്ന അവിടെ കാത്തലിക്സിൻ്റെ നൺസിൻ്റെ ഇതൊക്കെ ഉണ്ട്, മഠവും അവിടെ പിള്ളേരും സ്കൂളും ഒക്കെ ആയിട്ടുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നത് അവിടെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്, അവരുടെ ഗ്രൗണ്ടിൽ. അപ്പോൾ അവരുടെ
ആ കെട്ടിടങ്ങളും അതിൻ്റെ അവരുടെ സ്കൂളും ഇതെല്ലാം നിൽക്കുന്നു. അതിൻ്റെ മേളിൽ കൂടെ ഓപ്പോസിറ്റ് മേളിൽ കൂടെ ഒരു റോഡും ഉണ്ട്. അതിങ്ങനെ കാണാം, ബസ്സൊക്കെ പോകും. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മുടെ ഗ്രൗണ്ടിലാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റേജൊക്കെ ഇട്ട് ഞങ്ങളവിടെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ചെന്ന് അവിടെ ഞങ്ങൾക്കൊരു താമസിക്കാൻ ഒരു സ്ഥലം തന്നു, ഒരു മുറി. അവിടെ ഞങ്ങൾ കിടന്നുവെച്ചാൽ വിശ്രമിച്ച് വൈകുന്നേരം 4 മണിയായപ്പോഴത്തേക്കും സ്റ്റേജ് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ വൈകിട്ട് പാടാനായിട്ട് തുടങ്ങുക. അപ്പോൾ സാധാരണ പാടുന്ന ആളുകൾ നല്ല ക്രൗഡാണ്. എനിക്കൊന്ന് വൈകുന്നേരം അവരുടെ ഒരു മാസം ഏതാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ ആളുകളും പിന്നെ വെളിയിൽ നിന്നുള്ള ആളുകളും പബ്ലിക്കും എല്ലാം വന്ന് നിൽക്കുക. അപ്പോൾ അങ്ങനെ ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ള ആളുകളുണ്ട്. ആരോടോ അവിടുന്ന് ആരാണ്ട് വന്നേച്ചും പറഞ്ഞു, നിങ്ങൾ ഈ ക്രിസ്തീയ പാട്ട് പാടാതെ കൂട്ടത്തിൽ വല്ല സിനിമ പാട്ടോ അല്ല ഇവിടുത്തെ സംഗീതജ്ഞാനോ ഇവിടുത്തെ 1-2 ദൈവങ്ങളോ അവരെ കുറച്ചുകൂടെ പാട്ട് പാടണം, ഇത് തന്നെ എന്നത്തിനാണ് പാടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ആദ്യമൊന്നും പറഞ്ഞില്ല, പിന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ഇതൊരു ഫ്രീ പ്രോഗ്രാമാണ്, ഇതിപ്പം ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ പാട്ടുകളൊക്കെ പാടുക അത് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ വേറെ സിനിമ പാട്ട് പാടാനോ അങ്ങനെയൊന്നുമില്ല, അത് പറ്റത്തില്ല, ഇങ്ങനെ പാടുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ പാടണമെന്നോ എന്തോ വെളി വെച്ച് സംസാരിച്ചു കഴിഞ്ഞു, നമ്മളത് അറിയുന്നില്ല. അത് കഴിഞ്ഞ് അതങ്ങ് തീർന്നു പോയെന്നാണ് പിന്നെയാണ് നമുക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ പാടി ഒരു പ്രോഗ്രാം തുടങ്ങി ഒരു അരമണിക്കൂറോളമായി. അപ്പോഴത്തേക്കിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വഴിയുടെ അവിടുന്ന് വലിയ കല്ലെടുത്ത് ഈ സ്റ്റേജിലോട്ട് എറിയുക. അവിടുന്ന് ആദ്യത്തെ ഒരു കല്ല് വന്നു ഞങ്ങളുടെ ആ മിക്സറിൻ്റെ മേലെ മിക്സർ ചതറിപ്പോയി. വലിയൊരു കല്ലെടുത്ത് എറിയുക. അന്നേരം ബാക്കി കല്ലുകളൊക്കെ വന്നിട്ട് അവിടെ താഴെ ഈ ഓർഫൻ പിള്ളേരും ഒക്കെ ഇരിപ്പുണ്ട്, അവർക്ക് തൂക്കം കൊള്ളുക, പിന്നെ സ്റ്റേജിലോട്ടൊന്ന് എറിയുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങനെ കയറി വന്ന് മൈക്കെല്ലാം എടുത്ത് അടിച്ച് പൊട്ടിച്ച് ഓർഗൻ പെട്ടെന്ന് എടുത്ത് കേസിലിട്ട് അത് മാറ്റി വെച്ചു. ബാക്കി തബലയും അതുപോലെ ഇൻസ്ട്രുമെൻ്റ് എല്ലാം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പേടിച്ച് മാറി ഞങ്ങൾ ആ കെട്ടിടത്തിൻ്റെ പുറകെ പോയി നിന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ശബ്ദം കേൾക്കുക, എന്തോ അടിച്ച് പൊട്ടിക്കുന്ന ശബ്ദം. ഞങ്ങൾ വന്ന ബസ് മുഴുവൻ അടിച്ച് പൊട്ടിക്കുക, അതിൻ്റെ ചില്ലും അതിൻ്റെ ബോഡി മുഴുവൻ ചളുക്കി. കുറേ 10-25-30 പേര് നിന്നുകൊണ്ട് ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് അപ്പോൾ എന്നോട് ഞങ്ങൾ ആരും അറിയാവുന്ന ഒരാൾ വന്നേച്ചും നിങ്ങളിവിടെ നിൽക്കരുത്, നിങ്ങളെ തപ്പി വരുന്നത് നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവൻ്റെ പുറകിലിറങ്ങി അങ്ങനെ ഒരു കണ്ടം പോലെ സ്ഥലത്തൂടെ നടന്ന് ഞങ്ങളത് ദൂരെ അങ്ങ് ഓടിപ്പോവുക പേടിച്ചിട്ട്. കാരണം ഇവർ നമ്മളെ ഫോളോ ചെയ്യുന്ന ഇത് കഴിഞ്ഞ അടുത്ത് നമ്മളെ പിടിക്കാൻ പറ്റും. അപ്പം ഞങ്ങളങ്ങ് പോയി, ഞങ്ങളങ്ങ് ദൂരെ ഒരിടത്ത് പോയി പേടിച്ചിരിക്കുക. അവിടെ അവർ വരുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2-3 മണിക്കൂർ, അപ്പോഴത്തേക്കിനും മണി 10, 10:30, 11 മണിയൊക്കെ ആകുക. അപ്പം ഞങ്ങൾ അവിടുന്ന് പിന്നെ പതുക്കെ അവിടെ ഒരാൾ പോയി നോക്കി, അവിടെ ആരുമില്ല, അവരെല്ലാം പോയി. അപ്പോൾ പിള്ളേരെയൊക്കെ പിള്ളേരെയൊക്കെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകും ഏണ്ടൊക്കെ ചെയ്ത് വലിയ പ്രശ്നമാണ്. ആരുമില്ല, ഞങ്ങളും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ലോക്കൽ സ്റ്റാഫ് ഒരാളോ 2 പേരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പോയി. ആ കന്യാസികളും എല്ലാം പോയി, അത് വലിയ പ്രശ്നം. അപ്പം ഞങ്ങളവിടെ തിരിച്ചു വന്ന് ഈ എക്യുപ്മെൻ്റൊക്കെ പെറുക്കി നോക്കുമ്പോൾ നമ്മുടെ വണ്ടി തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ബാക്കി കിട്ടിയ എക്യുപ്മെൻറ്റും സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് നമ്മൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കന്യാസ്ത്രീകൾ വന്നിട്ട് അവർ വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് 1-2 സിനിമ പാട്ട് പാടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നു, നിങ്ങളന്ന് അത് എന്തിനാ ഇത് തന്നെ പാടാൻ പോയത്, മറ്റൊന്നും ഞങ്ങൾ ഒരുപാട്. അപ്പം നമ്മളിതേ പാടത്തുള്ളൂ, ഞങ്ങൾ വേറെ ഒന്നും പാടും, നിങ്ങൾ കർത്താവിനെ കുറിച്ചുള്ള പാട്ടുകൾ പാടുന്നവരാണ്, അത് അതാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ വെച്ചാൽ. പിന്നെ എന്നാലും അവർ നമ്മുടെ ഈ ദയനീയാവസ്ഥ കണ്ട് അവർ നമ്മൾ ഒന്ന് അവരങ്ങ് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ അപ്പം നമുക്ക് രാത്രിക്ക് പോകുമ്പോൾ, കാരണം വണ്ടിക്ക് ചില്ലൊന്നുമില്ല, ഫ്രണ്ടിലത്തെ ചില്ല് മുഴുവൻ, ബസ്സിൻ്റെ ചില്ല് മുഴുവൻ പൊട്ടിച്ച് വെച്ചിരിക്കുക, ഒന്നുമില്ല. സൈഡിൽ തന്നെ കൂളിംഗ് ഗ്ലാസ് ആണ്, അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. അപ്പം എന്ത് ചെയ്യണം, അവർ വന്നിച്ചും പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയ അവിടെ ഇരിപ്പുണ്ട്, അത് വേണേൽ കഴിച്ചോളാം. കന്യാസ്ത്രീകൾ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കാൻ വരാനോ. അപ്പം നമ്മൾ കഴിക്കുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ മുറി തന്നെ അവിടെ പോയി ഇരിക്കുക. രാത്രിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തില്ല, കാരണം ഈ ചില്ലില്ലാത്ത വണ്ടി ഓടിച്ച് ഭയങ്കര തണുപ്പത്ത് എങ്ങനെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. 12-1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന്
ഈ സിസ്റ്റേഴ്സ് പിന്നെ ഒരു റാന്തലും ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മളെ കഥകാൻ വിട്ടിട്ട് വന്നു. നമ്മൾ പേടിച്ചു പോയി. അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. നിങ്ങൾ പോയേ പറ്റുള്ളൂ, കാരണം അവർ വീണ്ടും വരാൻ സാധ്യതയുണ്ട്, നിങ്ങളെ ഇത് ഉപദ്രവിക്കാൻ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്കും അത് ഉപദ്രവമാണ്, നിങ്ങൾ രാത്രി പോകുമെന്ന് പറഞ്ഞു ഇവിടുന്ന്. അപ്പം നമ്മൾ ഒന്ന് വണ്ടി പോകാൻ പറ്റില്ല. പക്ഷെ വലിയൊരു ഗുണം കൂടി, ഇവന്മാർ ഞങ്ങളുടെ വീലിട്ടൊന്നും ചെയ്തില്ല. ഈ വണ്ടി ഓടിച്ചു പോകാം, വണ്ടി 4 വീലർ ഓടും, പക്ഷെ അതിന് ബോഡിയൊന്നുമില്ല, മുഴുവൻ ചളിക്ക് കാണും. അപ്പം ഞങ്ങളുടെ കൂടെ വണ്ടി ഓടിക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞൊരു എക്സ് മിലിറ്ററി ഒരു തമിഴിന്. അപ്പോൾ സമ്പത്ത് പറഞ്ഞു, സാരമില്ല സാർ, ഞാൻ മാനേജ് ചെയ്തോളാം, നിങ്ങൾ വണ്ടി കയറി, നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ഈ താഴെ ഞങ്ങൾ ചില ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിലൊക്കെ സാധനങ്ങൾ വെക്കാൻ. അപ്പോൾ ഒരു ചാക്കെടുത്ത് പുള്ളിക്കാരൻ മേത്ത് കെട്ടി തണുപ്പടിക്കാതിരിക്കാൻ. എന്നിട്ട് പുള്ളി ഈ ചില്ലില്ലാത്ത വണ്ടി ഓടിച്ച് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുക. ഓടിച്ച് പോയി പലയിടത്തും നിർത്തും. അപ്പം ഞങ്ങളെല്ലാം സീറ്റിൻ്റെ കീഴിലിരിക്കുക, കാരണം ഈ സീറ്റിൻ്റെ ആ മറവിൽ പോയിരിക്കുക, കുറേ തണുപ്പ് കാരണം. അങ്ങനെ ഓടിച്ച് ഞങ്ങൾ പോവുക. അപ്പോൾ ഇതിനിടയ്ക്ക് വല്ല പോലീസുകാരോ വല്ലവരും കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇതെന്താ ഈ ഇങ്ങനെ ഇരിക്കുന്ന വണ്ടി ഓടിച്ചോണ്ട് വല്ല കട്ടോണ്ട് വരികയാണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എനിവേ അങ്ങനെ ഓടിച്ച് ഞങ്ങൾ രാവിലെ ഒരു 8-8:30 ആയപ്പോഴത്തേക്കിന് ബാംഗ്ലൂരിലെത്തി. അപ്പോൾ ഈ കാന്തരാജൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ക്യാമ്പസ് സൊസൈറ്റിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ വിവരം ആരോ അറിയിച്ചു, ഇത് ഭയങ്കര പ്രശ്നമായി, അദ്ദേഹമാണ് ബാംഗ്ലൂരിലെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ രാത്രിയിൽ അത് അറിഞ്ഞാണ് ക്യാമ്പസ് സൊസൈറ്റിൻ്റെ ഓഫീസിൽ ആരും ഉറങ്ങിയില്ല, അവരെല്ലാം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഞങ്ങൾ രാവിലെ 8 മണിക്ക് എന്നപ്പോഴത്തേക്കിന് കംപ്ലീറ്റ് സ്റ്റാഫ് ഇങ്ങനെ വെളിയിൽ നിൽക്കുക. അവിടെ അതിൻ്റെ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്, 100-200 പേരോളം ഉണ്ട്. അവരെല്ലാം ഞങ്ങളെ കാണാൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. വണ്ടിക്ക് ശരിയായ പണി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് തന്നെ ഏണ്ട 1 ലക്ഷം രൂപ എടുത്ത് മുടക്കുക. ആ ബോഡി മുഴുവൻ ചളിക്ക് മാറണം, എക്യുപ്മെൻറ്റ് മിക്സറെല്ലാം പോയി. ഏതായാലും ആളുകൾക്കൊന്നും പറ്റിയില്ല, ആളുകളെ ഒന്നും ഉപദ്രവിച്ചില്ല. ആ നിലയിൽ അങ്ങനെ കർണാടകത്തിൽ പല സ്ഥലത്തും ഇതുപോലുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർണാടകയിലും ഒറീസയിലുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും അത്ര ഒരു വലിയ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. ഈ യാത്രകളും അന്ന് ആ കാലഘട്ടത്തിൽ വിവിധ സ്റ്റേറ്റുകളിലൂടെ പോകുമ്പോൾ ഒരു യാത്ര തന്നെയായിരുന്നു. ഇന്ന് പലരും നമ്മുടെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലേക്കും കാശ്മീരിലേക്കും ഒക്കെ യാത്രയായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലൂടെ പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. അതും ഒത്തിരി സന്തോഷം നൽകുന്നതും വളരെ പല അനുഭവങ്ങളിലൂടെ ആയിരിക്കുമല്ലോ. പല കാഴ്ചകൾ, പല ഭക്ഷണ രീതികൾ, പല തരത്തിലുള്ള മനുഷ്യർ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കാണുമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. അങ്ങനെ ഈ ആന്ധ്രയിലെ ഒരു സ്ഥലമാണ് നിസാമാബാദ്. ഈ നിസാമാബാദ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നിസാമാബാദിൽ ഇതുപോലെ നമ്മൾ എല്ലാ പ്രോഗ്രാമും ഗ്രൗണ്ടുകളിലാണ് വരുന്നത്, കാരണം ഹെവി സൗണ്ട് സിസ്റ്റം. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇതുപോലെ നമുക്ക് നമ്മൾ ആ ഭാഷയിൽ പാടുന്നു. നമ്മളെല്ലാം മിക്കവാറും ഉള്ളവർ മലയാളികളാണ്, പിന്നെ 1-2 പേര് കാണും ഇതിൻ്റെ അകത്ത്. അതെ, ഒരു തമിഴിനോ മറ്റോ കാണും. ബേസിക് ഗിറ്റാർ വായിക്കുന്ന ഒരാൾ തമിഴിനാണ്, പിന്നെ വണ്ടി ഓടിക്കുന്ന ആൾ തമിഴിനാണ്, സൗണ്ട് എഞ്ചിനീയർ തമിഴിനാണ്, ബാക്കിയുള്ളവരൊക്കെ മലയാളികളാണ്. നമ്മൾ അങ്ങനെ ബാൻ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് നിസാമാബാദ് എന്ന് പറഞ്ഞ നമ്മളൊരു വില്ലേജ് പോലെ അതിനെ കണ്ടുള്ളൂ. അവിടെ നല്ല ക്രൗഡെല്ലാം വന്നു. അങ്ങനെ പ്രോഗ്രാം എല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു വലിയൊരു മനുഷ്യൻ, അയാൾക്ക് കൂടി വന്ന ഒരു 30-35 വയസ്സ് കാണും, ഒരു ബുള്ളറ്റിൽ ഈ റോയൽ എൻഫീൽഡിൽ വരിക. അയാളെ കയ്യിലൊരു ബ്രേസ്ലെറ്റ്, എനിക്കൊന്നൊരു 10 പവൻ്റെ ഒരു ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ട്, ഞാൻ ഇപ്പോഴും അയാളെ ഓർക്കുന്നു. തല അങ്ങ് ഷേവ് ചെയ്തിരിക്കുക. ഇങ്ങനെ വന്നു അയാൾ ഞങ്ങളെല്ലാം ഷെയ്ക്കാനൊക്കെ നിന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷം. അപ്പോൾ അയാൾ പറയുകയാണ്, നിങ്ങൾക്ക് നാളെ പ്രോഗ്രാമാണ്. ഇപ്പം ഞാൻ ഇല്ല, നാളെ ഞങ്ങൾ 2 ദിവസം ഇല്ല, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു, എന്നാൽ എൻ്റെ വില്ലേജിലൊന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ. ഇയാളെ അറിയത്തില്ല, ഇയാൾ ആരാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ അവിടുത്തെ ചർച്ചിലെ അച്ഛനോടും അവിടെയുള്ളവരോടൊക്കെ ചോദിച്ച് ഇയാൾ ഇങ്ങനെ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളോട് അവർ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു,
ഈ അയാൾ സംസാരിച്ചപ്പോഴത്തേക്കിനി ഇവർ പറഞ്ഞു, നമ്മളോട് പറഞ്ഞു, ഇയാളെ അവിടുത്തെ ഒരു സർപ്പഞ്ചിൻ്റെ മകനാണ് മറ്റോ. അത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. അയാൾ ഇങ്ങനെ അപ്പം അയാളിങ്ങനെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് ഇയാളെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇയാൾ ആരാണെന്നറിയാതെ ഇങ്ങനെ അയാൾ പറഞ്ഞു, എൻ്റെ വില്ലേജിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 1.5 hours ഉണ്ട്. ബുള്ളറ്റിൽ ഇയാൾ അങ്ങനെ പോകുന്നു. നിങ്ങൾ വന്നാൽ മതി എൻ്റെ വില്ലേജിൽ, നമുക്കൊരു പരിപാടി നടത്തും. അപ്പോൾ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ ചർച്ചിലെ ഒന്ന് രണ്ട് പേരുടെ നമ്മുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ നമ്മൾ പോകും ആ വില്ലേജിൽ. അപ്പോൾ വില്ലേജൊക്കെ ഇവർക്ക് അറിയാം, കേട്ടിട്ടുണ്ട്. അപ്പം ഇയാൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ചൊക്കെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഇയാൾ വരിക രാവിലെ. ഇയാൾ വന്നു. അയാൾ ആ ബുള്ളറ്റിൽ തന്നെ വന്നു. അപ്പം അയാൾ ബുള്ളറ്റ് ഓടിച്ചിങ്ങനെ വന്ന് കുറേ ദൂരെ ചെന്നപ്പോഴത്തേക്കിന് ഒരു നദിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ വണ്ടി ഇവിടെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വഴിയിലെങ്ങനെ നമ്മൾ വണ്ടിയുണ്ട്, ഇതെൻ്റെ സ്ഥലമാണ്. ആ നദിയുടെ ഇപ്പുറത്ത് അയാൾ പറയും, ഇതെൻ്റെ സ്ഥലമാണ്, ഇവിടെ നിന്നോളും. ഇവർ രണ്ടുപേരും നിങ്ങൾ വരുന്നവരെ ഈ വണ്ടിയുടെ അടുത്തുണ്ടാവും. 2 ജോലിക്കാരെ ആക്കി. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു 4-5 കാളവണ്ടി ഇങ്ങനെ കിടക്കുക ഇപ്പുറത്ത് വന്നു. ആ കാളവണ്ടിയിലോട്ട് നമ്മുടെ എക്യുപ്മെൻ്റ് എല്ലാം കയറ്റിക്കോളാൻ പറഞ്ഞു. മനസ്സിലല്ലേ? അവിടെ ഒരു ഷെഡുണ്ട്. അവിടെ ആ ഷെഡിൽ ഒരു ഷെഡുണ്ട്. ആ ഷെഡിലാണ് ഇവരിയ്ക്കുന്ന. അതിൻ്റെ അടുത്ത് നമ്മുടെ ബസ് ഇട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് ഈ കാളവണ്ടിയെ കയറി, 5-6 കാളവണ്ടിയാണ്. ഈ കാളവണ്ടി എക്യുപ്മെൻ്റ് എല്ലാം കയറ്റി വെച്ച് ഞങ്ങളും കയറിയിരുന്നു. അപ്പം നമുക്ക് മുട്ടറ്റം വെള്ളമേ ഉള്ളൂ. ഇയാൾ ഈ ബുള്ളറ്റ് ഇതിനകത്തൂടെ ഓടിച്ച അപ്പുറത്ത് വരിക ഇയാൾ. അപ്പം അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ പോവുക. അതായത് 1.5 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂർ ഓടി കഴിഞ്ഞപ്പോൾ ചെല്ലുമ്പോൾ ഒരു എന്തോ ഒരു ഭയങ്കര ഒരു വെളുത്ത ഒരു കെട്ടിടം, ഭയങ്കര കെട്ടിടമാണ്. അതിൻ്റെ ബേസ്മെൻറ്റ് തന്നെ ഒരു 10 അടി 15 അടി പൊക്കം. നമ്മൾ നിന്ന താഴെ അതിൻ്റെ മേളിലാണ് വീടിരിക്കുന്നത്. അങ്ങനെ ഒരു തറ കെട്ടിയിട്ട് അവിടെ വീട് വെച്ചിരിക്കുകയാണ്. ഇയാൾ അവിടുത്തെ വലിയ കോടീശ്വരനാണ്. അയാളോട് അവിടെ പോയി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇയാൾ ലണ്ടനിലാണ് പഠിച്ചതൊക്കെ. ഇയാളുടെ അപ്പൻ അവിടെ വിടുകയൊക്കെ ചെയ്ത് ഈ വില്ലേജിൽ വലിയ 1000-കണക്കിന് ഏക്കറുകളിൽ കൃഷിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതങ്ങനെ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കിച്ചണാണ്. അവിടെ വലിയൊരു കൊട്ടിൽ കെട്ടി അതിൻ്റെ അകത്ത് ആടിനെ കൊല്ലുന്നു, മറ്റത് ഭയങ്കര പരിപാടിയാണ്. അപ്പം നമ്മളൊക്കെ ഈ ഓഡിയൻസ് എവിടെ? നമ്മളിവിടെ വന്ന് ഇയാളെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ പാടിയിട്ട് പോകാനാന്ന് വെച്ചു. അപ്പോൾ ഇയാൾ അവിടെ വന്ന് അയാളുടെ അപ്പനെ, അയാളുടെ അമ്മ, ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും പരിചയപ്പെട്ടു. അപ്പം നമ്മൾ ഇവരുടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അതൊരു വേറൊരു വീടാണ്. അവിടെയാണ് നമുക്കെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുക. പക്ഷെ അവർക്ക് കട്ടിലൊന്നുമില്ല. നമ്മൾ താഴെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ മുഴുവന് ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് പൊക്കത്തിലുള്ള മെത്ത വിരിച്ചിരിക്കുക. നമുക്ക് അത് നിൽക്കുകയും കിടക്കുകയും അങ്ങനെ ഒരു സ്ഥലം. അപ്പം ഞങ്ങൾ അവിടെ വന്ന് കിടന്നു. അപ്പം നമുക്ക് കുടിക്കാനേ കരിക്ക്, പിന്നെ അവിടെ കരിമ്പിൻ്റെ ജ്യൂസ്, ഇങ്ങനെയൊക്കെ അവരുടെ ഒരു സ്പെഷ്യൽ ഭക്ഷണമുണ്ട്. ചിത്രാന്നം എന്ന് പറയും. ചിത്രാന്നം അത് അതിഥികൾക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ചിത്രാന്നം. അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഒരുപാട് സ്വീറ്റ്സ്, പിന്നെ ആട്, കോഴി, ഇതെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി. ഉച്ചയ്ക്ക് നമ്മൾ ഒരു 1:30 ആയപ്പോഴേ അവിടെ ചെന്ന്. അപ്പോൾ അവിടെ ഇയാളുടെ ഭക്ഷണം ഭയങ്കര ഭക്ഷണമാണ്. ഞങ്ങളിതെല്ലാം കഴിച്ച് കയറി കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് ഞങ്ങളെല്ലാം എഴുന്നേറ്റ് ഇതുപോലെ നദി പോലെ ഇങ്ങനെ വെള്ളം ഒഴുക്കുന്ന സ്ഥലമാണ്. അവിടെ പോയി കുളിക്കാം. ഞങ്ങൾ അവിടെയെല്ലാം പോയി കുളിച്ചു. ഇയാൾ ഭയങ്കര കമ്പനിയായി, ഞങ്ങളോട് ഭയങ്കര സ്നേഹമായി. അപ്പം തുള കൈയിട്ട് നടക്കുന്ന ഒരു പരുവായി ഇയാളുമായിട്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എവിടെയാണ് വീട്, അങ്ങനെയൊക്കെ ഇങ്ങനെ അയാൾ കേരളത്തിലൊക്കെ വന്നിട്ടുള്ള ആളാന്ന് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ രാത്രി ഒരു 9 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. 9 മണിക്കേ തുടങ്ങത്തുള്ളൂ. അപ്പം നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന്. നമ്മൾ പറഞ്ഞു, ഡിന്നറൊക്കെ കഴിച്ചിട്ട് പാട്ടൊന്നും നടക്കത്തില്ല, പിന്നെ കിടന്ന് ഉറങ്ങേണ്ട വരുമെന്ന്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കഴിച്ചോളാമെന്ന്. അപ്പോൾ 9 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ റെഡിയായി, സ്റ്റേജെല്ലാം റെഡിയാക്കി. നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദവും ഇല്ല. അങ്ങനെ ഒരു ഉഗ്ര ഒരു സ്ഥലം. അവിടെ സൗണ്ടൊക്കെ വെച്ചിട്ട് നല്ല സുഖമാണ് അങ്ങോട്ട് കേൾക്കാൻ. ഒരു 9 മണിയായപ്പോഴത്തേക്കിന് ഒരു 750-800 പേര്
അവിടെ വന്നിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഓഡിയൻസ് നേരത്തെ കണ്ട ഇരിക്കുക. സ്ഥലമല്ല. ആ ഭയങ്കര ഒരു 10,000 പേരുണ്ടെന്ന് തോന്നുന്നു വന്നിരിക്കുക. കസേര മുമ്പിൽ വലിയ സെറ്റിയൊക്കെ ഇട്ട് ഇവരുടെ അപ്പനെ അമ്മ ഇവരുടെ ആരാണ്ടല്ല അവരും എല്ലാം ഫ്രണ്ടിലിരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ പാടുക, ടെസ്റ്റ് മണി പറഞ്ഞു, സുവിശേഷം പറഞ്ഞു, ഇതെല്ലാം ചെയ്യുന്നു. പാട്ട് എല്ലാം പ്രോഗ്രാമിന് നമ്മുടെ അയാൾ ഈ നറേറ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ ഓരോ പാട്ട് കഴിയുമ്പോൾ കൈയടിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് കന്നഡ തെലുങ്കിൽ പറയും. അപ്പോൾ ഓരോ പാട്ട് കഴിയുമ്പോൾ എല്ലാവരുടെ കൈയടിക്കും. അത് കഴിഞ്ഞ് പ്രോഗ്രാം തീർന്നു, പ്രാർത്ഥിച്ചു. പ്രോഗ്രാം തീർന്നെന്ന് പറഞ്ഞാൽ ഉടനെ ഉള്ളൂ ഈ കംപ്ലീറ്റ് ആളുകൾ എഴുന്നേറ്റ് അവരെല്ലാം അങ്ങ് പോയി, എല്ലാവരും പോവുക. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഓഡിയൻസിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അവൻ പറയാണ്, ഇതെല്ലാം ഞങ്ങളുടെ ജോലിക്കാരാണ്, മുഴുവൻ ഞങ്ങളുടെ വയലിലൊക്കെ ജോലിക്കാരാണ്. 10,000 പേര് ഇവരുടെ അവിടെ വയലിൽ ജോലി ചെയ്യുക. അങ്ങനെ ഒരു സമർത്ഥമായ ഒരു പരിപാടി. പിറ്റേ ദിവസം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അവനങ്ങോട്ട് ഞങ്ങളെ പിരിയാൻ പറ്റത്തില്ല. ഭയങ്കര സങ്കടമായി പുള്ളിക്ക്. പിന്നെ ഞങ്ങളെ ഇതുപോലെ ഒന്ന് കാളവണ്ടിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ആ വെള്ളത്തിന് അപ്പുറത്തിറക്കി അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ തിരിച്ച് പോരുകയും ചെയ്തു. അനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. വളരെ രസകരമായതും എന്നാൽ ഹൃദയസ്പർശിയായ മറ്റനുഭവങ്ങൾ ഇനിയുണ്ട്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.